ഫിഖുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫിഖുൽ മുസ്ലിമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടുത്തടുത്ത് പള്ളികളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ വല്ല ഉദ്ദിറും ഇസ്ലാം നൽകുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു വിധി കർമ്മശാസ്ത്രത്തിൽ പറയാൻ പറ്റുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. ജമാഅത്ത് നമസ്കാരം സ്ത്രീകളും പുരുഷന്മാരും എന്ന അർത്ഥത്തിൽ രണ്ട് വിധത്തിലാണ് ഇസ്ലാം നോക്കിക്കണ്ടിട്ടുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് പള്ളി ഉണ്ടാവുക, പള്ളിയിലേക്ക് പോകുന്നതിന് പ്രത്യേക പ്രതിബന്ധങ്ങളോ രോഗം പോലെയൊക്കെയുള്ള തടസ്സങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ പള്ളിയിൽ പോയിട്ട് തന്നെ നമസ്കരിക്കേണ്ടതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ധനായ ഒരു സഹാബി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് ഒരാളെ സഹായം കൂടാതെ പള്ളിയിലേക്ക് വരാൻ കഴിയില്ല. വഴി കുത്തിപ്പിടിച്ചിട്ടൊന്നും വരാൻ കഴിയില്ല. കുത്തിപ്പിടിക്കണമെങ്കിലും കുറച്ചൊരു ഐഡിയ വേണം, വഴിയൊക്കെ കണ്ണ് കാണാത്ത. അതെ അതെ. അപ്പോൾ എനിക്ക് ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വല്ല ഒഴികഴിവുണ്ടോ, ഇളവുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഏതൊരാളും ആ ഇളവ് അംഗീകരിച്ചു കൊടുക്കുമല്ലോ, പ്രത്യേകിച്ച് കാരുണ്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൗതികമായ കാരണങ്ങൾ ന്യായമാണ്, തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്ക് വഹി അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. ആ തസ്മഉന്നിദ, ബാങ്ക് കേൾക്കാറുണ്ടോ? അപ്പം ഇന്നിപ്പോൾ ഹദീസിനെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മൈക്കിൽ കേൾക്കുക എന്നല്ല ഉദ്ദേശിച്ച്. ഒരാൾ പള്ളിയിൽ നിന്ന് വിളിച്ച് ബാങ്ക് വിളിച്ചാൽ കേൾക്കുന്ന ദൂരം, അതെ, ബാങ്ക് കേൾക്കാറുണ്ട്. ഇതല്ല എങ്കിൽ പിന്നെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം. അപ്പം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. ഒരു അന്ധനായ അനുയായികൾക്ക് പോലും അതെ അതിന് അനുവാദം കൊടുത്തില്ല. അതെ അതെ. പിന്നെ നമസ്കരിക്കുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ. അള്ളാഹുവിന് ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിച്ചോ തീരെ നിസ്കരിക്കാതെ അള്ളാഹ്ക്കൊന്നും അതിൽ കിട്ടാനില്ല. അപ്പോൾ വബിക്കുല്ലി ഖുത്വത്തിൻ തംശീഹ ഇലസ്സലാത്തി വഹിയ സദഖ, നമസ്കാരത്തിന് വേണ്ടി നീ വെക്കുന്ന ഓരോ കാലടിയും അള്ളാഹുവിങ്കൽ നിനക്കൊരു സദഖയായി രേഖപ്പെടുത്തപ്പെടും എന്ന് പഠിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേട്ട് എങ്ങനെ പള്ളിയിൽ പള്ളിയിൽ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഇതിൽ അത് വാജിബാണോ സുന്നത്താണോ എന്ന തർക്കത്തിലേക്ക് പോകാതെ സുന്നത്ത്, റസൂല് പഠിപ്പിച്ച ചര്യ, ആ അധ്യാപനങ്ങൾ പിന്തുടരുക എന്നതാണ്. അങ്ങനെയാകുമ്പോൾ ആവതുള്ള ഒരാൾക്ക്, ആരോഗ്യമുള്ള ഒരാൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അപ്പം ഈ ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ ഒരു ഇമാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇമാമിനെ പിന്തുടരുക എന്ന് പറയുന്നത്. അത് പിന്തുടരുന്ന രീതി പറയുന്നത് ഒന്നുകിൽ ഇമാമിന്റെ കൂടെ ഇമാം പോകുന്നതനുസരിച്ച് പോകുക, അതല്ല എങ്കിൽ ഇമാമിനെ ഫോളോ ചെയ്ത് പോവുക, ഇമാമിന്റെ കൂടെ ഒപ്പം പോവുക, അതല്ല എങ്കിൽ ഇമാമ് കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതില് ഏതാണ് സ്വീകരിക്കേണ്ടത്? ഇമാമിനെ പിന്തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇമാമിനെ പിന്തുടരുക എന്ന് പറഞ്ഞതിന്റെ ശരിയായ രൂപം, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം മാമൂമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാണ്. അതായത് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ മാമൂമിങ്ങളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുക. അത് കഴിഞ്ഞ് ഇമാമ് റുക്കൂയിലേക്ക് പോകുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് പോകുമ്പോൾ ഇമാമിനേക്കാൾ മുൻകടക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇമാമിന്റെ പിന്നാലെ ഫോളോ ചെയ്യുക, വല്ലാതെ വൈകാനും പാടില്ല. രണ്ട് റുക്നുകൾ പിന്തിപ്പോയാൽ ഈ ഇദ്ദേഹത്തിന്റെ നമസ്കാരത്തെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇമാമ് റുക്കൂയിൽ പോയി ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു എന്നത് സുജൂദിലേക്ക് പോകുമ്പോഴും അദ്ദേഹം റുക്കൂയിൽ പോയിട്ടില്ലെങ്കിൽ അത് ബാത്തിലാവും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ മെല്ലെ ഓതുന്നവരൊക്കെ ഉണ്ടാവും. ഒരു ഇതുവരെ അതുപോലെ എന്താണ് ശരിയല്ല, അതുകൊണ്ട് നമസ്കാരം ബാത്തിലാവൊന്നുമില്ല. പക്ഷെ ഇമാമിനോടൊപ്പം തന്നെ
അത് ഒരേ രൂപത്തില്ല, ഇമാമിന്റെ പിന്നാലെ നമുക്ക് പറയാം. അതാണ് അതിന്റെ ശരിയായ രൂപം. അപ്പോൾ ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് നിഷിദ്ധമായ ഒരു ജമാഅത്തിന്റെ ആ ചൈതന്യത്തെ അത് നഷ്ടപ്പെടും. അതുപോലെ ഇമാമ് നമസ്കാരം ഹദീസിൽ വന്ന ഇന്നമാ ജോ ഇലൽ ഇമാമു ലി ഉത്തമ്മ ബിഹി, ഇമാമ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ ഫോളോ ചെയ്യാനാണ്, അല്ലാതെ ഇമാമിനേക്കാൾ മുൻകടക്കാനല്ല. അപ്പോൾ ഇമാമ് ചില ഇമാമുകൾ വളരെ വേഗത്തിൽ ഓതിപ്പോവും. സൂറത്തുൽ ഫാത്തിഹ ഓതാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടൂല. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് ഫാത്തിഹ എന്തായിരുന്നാലും ഓതണം. എന്നിട്ട് ഇമാമിനെ പറഞ്ഞല്ലോ റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇമാമിന്റെ കൂടെ എത്തിയാൽ മതി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈകി വരുന്ന ആളുകൾ, ഇത് പലർക്കും അറിയില്ല, വൈകി വരുന്ന ആളുകൾ ഇമാമിന്റെ പിന്നാലെ ചേരണല്ലോ. അപ്പൊ ഇമാമ് ചിലപ്പോ വജ്ജഹത്തു ഓതിയിട്ടുണ്ടാവും, ഫാത്തിഹയും കഴിഞ്ഞിട്ടുണ്ടാവും, വേറൊരു സൂറത്തിൽ എത്തിയിട്ടുണ്ടാവും, സുഹ്ഫി ഇബ്രാഹിമ വ മൂസ അങ്ങ് ഓതേണ്ട, പിന്നെ അങ്ങ് റുക്കുവിലേക്ക് പോവുക ചെയ്യുക. അങ്ങനെയൊക്കെ സമയത്ത് ഒരാൾ വന്ന് ചേരുമ്പോൾ അയാൾ ആദ്യം തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വജ്ജഹത്ത് ഓതാൻ നിൽക്കരുത്. വജ്ജഹത്ത് ഓതാൻ നിന്നാൽ ഇമാമ് റുക്കുവിലേക്ക് പോകും. ഇയാൾ പിന്നെ റുക്കുവിലേക്ക് പോയാൽ നിസ്കാരം ബാത്തില. എന്തുകൊണ്ട്? ഫാത്തിഹ ഓതിയിട്ടില്ല. ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയിട്ട് അദ്ദേഹം ഫാത്തിഹ ഓതിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതുകയാണ് ആദ്യം വേണ്ടത്. എന്നാൽ ഫാത്തിഹ ഒക്കെ ഓതാൻ സമയം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ ചെയ്യാം. ഇമാമ് ജഹരിയായ നമസ്കാരത്തിലാണെങ്കിൽ, ശബ്ദത്തിൽ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിൽ, ആ നമസ്കാരം തുടങ്ങി ഇമാമ് ഫാത്തിഹയിലൊക്കെ പ്രവേശിച്ച വജ്ജഹത്ത് ഓതാനേ പാടില്ല. അയാൾ ഇമാമിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഫാത്തിഹ ഓതാൻ നിസ്കാരത്തിന്റെ റുക്കനായതുകൊണ്ട് അദ്ദേഹത്തിന് ഫാത്തിഹ ഓതാം, ഇമാമിനോടൊപ്പം ഓതാം. ഇമാമ് വലദ്ദാലിൻ ആമീൻ എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഓതാം. ഇമാമിനേക്കാൾ മുന്നിലാവാത്ത കോലത്തിൽ ഇമാമിനോടൊപ്പം അദ്ദേഹം ഇത് പറഞ്ഞപ്പോഴേ നമുക്ക് വേറെ സംശയമുള്ളത്, ഫാത്തിഹ അതിൽ നിർബന്ധമാണല്ലോ നമസ്കാരത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില ആളുകൾ നമ്മൾ മസ്ബൂക്കായി വരുന്ന സമയത്ത് റുക്കുവിലേക്ക് പോയിട്ടുണ്ടാവും. റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന കെട്ടിലും റുക്കുവിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഈ റക്കാത്ത് യഥാർത്ഥത്തിൽ കിട്ടുമോ? ഫാത്തിഹ ഇല്ലാത്ത ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഒരു അപവാദമുണ്ട്. അതായത് ഒരാൾ നേരെ പള്ളിയിലേക്ക് കയറി വന്നു, അപ്പോൾ ഇമാമ് റുക്കുവിലാണുള്ളത്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ്, അഥവാ ഫറദാണ്. അപ്പോൾ ആദ്യം അള്ളാഹു അക്ബർ എന്നൊരു തക്ബീറത്തുൽ ഇഹ്റാം കൊട്ടിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്നൊരു റുക്കുവിലേക്ക് പോകണം. ഇമാമ് റുക്കുവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഇദ്ദേഹം റുക്കുവിൽ ഇമാമിനോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ റക്അത്ത് കിട്ടും. അത് മൻ അദ്റക റക്അത്തൻ ഫഖദ് റുക്കു ഫഖദ് അദ്റക റക്അ. ഒരാൾക്ക് റുക്കു കിട്ടിയാൽ അദ്ദേഹത്തിന് ആ റക്അത്ത് കിട്ടിയെന്ന ഹദീസുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ റുക്കു കിട്ടിയ ഒരാൾക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും അത്തരം ആളുകൾക്ക് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, അത്തരം വേറെ ഹദീസുണ്ട്, അത്തരം ആളുകൾക്ക് റുക്കു ഇമാമിനോടൊപ്പം ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയാൻ സമയം കിട്ടണം. അതുകൊണ്ട് ചിലർ ഓടിപ്പോണാണ്, അത് ശരിയല്ല. ഓടിപ്പോയിട്ട് വേഗം റുക്കുവിലേക്ക് പോകാൻ എന്ന് കാണാം. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അവർക്ക് എക്സെപ്ഷൻ എന്ന് പറയാൻ കാരണം ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവരാണ് അവർ. ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയ ഒരാൾ ഇമാമിനോടൊക്കെ റുക്കുവിൽ ചേർന്ന് ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അയാൾ നിസ്കാരം പാത്തില്ല. ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ലെങ്കിൽ റുക്കുവിലേക്ക് പോകാം, റക്അത്ത് ലഭിക്കുകയും ചെയ്യും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ഫാത്തിഹ ഓതാതെ തന്നെ ഒരാൾ മസ്ബൂക്കായി വന്ന് റുക്കുവിൽ ചേർന്ന് ചേർന്നു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വേഗം റുക്കുവിൽ ചെന്ന് ചേർന്നു, ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ, അദ്ദേഹത്തിനും ആ റക്അത്ത് കിട്ടി. അതുപോലെ പിന്നെ ഈ ജമാഅത്ത് നമസ്കാരത്തിൽ തന്നെ ഇമാമ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാമ് നിൽക്കാൻ ആർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇമാമ് നിൽക്കാൻ അർഹനായിട്ടുള്ള ഒരാൾ? അതുപോലെ ഇമാമ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഹദീസിൽ വന്നതനുസരിച്ച് അഖ്റഉക്കും ലിൽ ഖുർആൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഖുർആൻ അറിയുന്നത് ആരാണ്? അവർക്കാണ് യോഗ്യത. ഖുർആൻ അറിയുന്നവരും പാണ്ഡിത്യവും ഉള്ളവർ ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും യോഗ്യത. ആലിമും ആണ് ഹാഫിളുമാണ് എങ്കിൽ അവർക്കാണ് ഏറ്റവും യോഗ്യത. ഇതിൽ യോഗ്യത, ഇതിലെല്ലാവരും തുല്യമായ പിന്നെ പ്രായം കൂടുതലുള്ളവർക്ക്, പ്രായവും പാണ്ഡിത്യവും പക്വതയും ഇതൊക്കെ ഉള്ള ആളുകൾക്ക്. ഒരു ഹാഫിളായ ഒരു കുട്ടി, നിസ്കാരമൊക്കെ അറിയുന്ന കുട്ടിയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഹിഫുളൊന്നുമില്ല. നിസ്കാരത്തെ സംബന്ധിച്ച് അറിയാമെങ്കിലും ഈ കുട്ടിക്ക് ഹിഫുളും ഉണ്ട്, നന്നായിട്ട് ഓതാനും അറിയാം, എങ്കിൽ ആ കുട്ടിയാണ് നിൽക്കേണ്ടത്.
അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വലിയൊരു നേതാവ് ഉണ്ടാവും, നേതൃത്വത്തിലുള്ള ആളുണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ അത്ര വലിയ കാര്യമായിക്കൊള്ളണമെന്നില്ല, ഖുർആൻ നന്നായിട്ട് അത്ര രീതിയിലൊക്കെ ഓതാൻ കഴിയുന്ന ആളാണ്. പക്ഷെ നമ്മൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ? അപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. ഒരു വീക്ഷണപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റഉക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവർ തന്നെയാണ് നിൽക്കേണ്ടതെന്നാണ്. എന്നാൽ അലമുക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിവരമുള്ള, പിന്നെ നേതൃത്വമുള്ള എന്നൊക്കെ അർത്ഥത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഏറ്റവും ശരി, അതിൽ പ്രബലം കൂടുതൽ ഖുർആൻ അറിയുന്നവരെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നമുക്ക് ഉമർ ഖത്താബ് പള്ളിയിൽ ഇമാമായിരുന്നില്ല. അദ്ദേഹം വേറെ 2 സഹാബിമാരെ തറാവീഹിനൊക്കെ നിർത്തിയത് നമുക്കറിയാമല്ലോ. എന്നാൽ അവരൊക്കെ ഇമാമ് നിൽക്കാറുണ്ട്, ഖത്തീബും ഇമാമും ഒക്കെ അവരാവാറുണ്ട്. പക്ഷേ വലിയ ഖിറാഅത്തോടു കൂടി നിസ്കരിക്കുന്ന തറാവീഹിന് അവർ നിർത്തിയത് ഈ 2 പേരാണ്. അങ്ങനെ നിർത്തിയാലും ശരിയാവും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. അപ്പം നേതാവിനെ ഇമാമാക്കുക എന്നത് ഒരു പാടില്ലാത്ത കാര്യമൊന്നല്ല. ഒരു കാര്യം, അദ്ദേഹം ഖുർആൻ ഓതാനും നമസ്കാരത്തെ സംബന്ധിച്ചും അറിവുള്ള ആളായിരിക്കണം. അപ്പോൾ പിന്നെ നേതാവായ ആളുകളെ മുന്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ജമാഅത്ത് നമസ്കാരം നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാണല്ലോ ഏറ്റവും ഉത്തമമായ കാര്യം. ജമാഅത്തായിട്ട് വാജിബാണെന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പള്ളിയിൽ വെച്ച് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയി ഒറ്റ നിസ്കരിക്കുന്നതിനെ പറ്റിയല്ല കേട്ടോ. അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ പ്രത്യേക കൂലി, അത് ജമാഅത്ത് പങ്കെടുക്കാൻ ഉദ്ദേശിച്ച് പോകുന്നതിനെ പറ്റിയാണ്. അതെ അതെ. അല്ലാതെ ജമാഅത്തൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഇപ്പം ഒറ്റക്കേ ഉള്ളൂ, എന്നിട്ട് പിന്നെ പള്ളിയിൽ പോയി നമസ്കരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയാണ് ഏറ്റവും. അതെ. പിന്നെ ചിലവർ ഒറ്റക്കാണെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകും. അപ്പോൾ ജമാഅത്തിന്റെ കൂലി കിട്ടും. ഈ പള്ളിയിലപ്പോൾ ഇങ്ങനെ ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിയും, പള്ളിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിൽ സൗകര്യങ്ങൾ ചിലർ തടയുന്നു, പള്ളിയിൽ പോകുന്നത് തടയാറുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോകുന്നത് തടയാൻ വല്ല അനുവാദം ഇസ്ലാമിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, തടയുക എന്നുള്ളത്? അതുപോലെ തന്നെ നമ്മൾ സാധാരണ റസൂലിൻ്റെ കാലത്തൊക്കെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ, മനസ്സിലാക്കിയതുമാണ്. ഈ മദ്ഹബിൻ്റെ ഇമാമുകളുടെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ പള്ളിയിലേക്കുള്ള പ്രവേശനം, അതിനെക്കുറിച്ച് എന്താണ് പ്രാമാണികമായി? യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പള്ളി ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്, സഹാബിമാരുടെ മാതൃക എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ, പുരുഷന്മാർ നമസ്കരിച്ചിരുന്ന ജുമാ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നത് തന്നെയാണ്. എന്ന് മാത്രമല്ല, എങ്ങനെയാണ് സഫ് നിൽക്കേണ്ടതെന്ന് വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സ്ത്രീകൾ സ്വന്തം ഭാര്യ അടക്കം പള്ളിയിൽ വരുന്ന അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഉമറിന്, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ ആ വിവരം പക്ഷേ ഇന്നോട് തടഞ്ഞില്ല. കാരണം തടയാച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനൗ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ തടഞ്ഞില്ല. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നി ആത്തിഖയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കുത്തേറ്റ് രക്തസാക്ഷിയാകുമ്പോൾ ഷഹീദാകുന്ന സന്ദർഭത്തിൽ ആ സുബഹി സമയത്ത് ആര് പള്ളിയിലുണ്ട്? ഉമർ ഈ വിലക്കിയ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ, ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അന്ന് ആ സമയത്ത് പള്ളിയിലുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പം അതാണ്. അപ്പോൾ അത് നിഷിദ്ധമാണ് എന്ന് പറയുന്നവർ അവർ പ്രമാണങ്ങളുടെ പിൻബലം അതിനില്ല. പിന്നെ ഫിത്തിനയാണ് പറയുക. ഫിത്തിന അതായത് ഫിത്തിന ഉണ്ടാകുകയാണെങ്കിൽ പള്ളിയിൽ മാത്രമല്ല പുറത്തന്നെ ഇറങ്ങാൻ പറ്റൂല, അതിലേറെ സംഭവിക്കുക. പക്ഷെ ഈ ഫിത്തിന വരുന്നത്, ഇവർ ഫിത്തിന പറയുന്നത് എവിടെയാണ്? വളരെ സുരക്ഷിതമായി ആരും കാണാതെ ഒരു സെപ്പറേറ്റ് ഭാഗത്ത് നിസ്കരിച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ടോ പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് പോലെ അറിയാം. അത്രയും വൃത്തിയുള്ള ഭദ്രമായ സ്പേസിൽ വേറെ തന്നെ ഓല് കൊടുക്കാനുള്ള ഒക്കെ ഉള്ളിടത്ത് വന്ന് പോകുമ്പോൾ അത് ഫിത്തിന. എന്നാൽ രാത്രി പാതിരാ പ്രസംഗങ്ങൾക്ക്, വയലുകൾക്ക്, ജാറങ്ങൾ നർശിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥാടന അവിടെ ഒന്നും ഫിത്തനിട്ടില്ലേനും. അതൊരു തരം എന്താ പറയുക, ദീനീ പ്രതിബദ്ധതയല്ല, വേറെ ചില താല്പര്യങ്ങൾ കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ പുതുതായി നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ സൗകര്യം പള്ളിയുടെ കുറച്ചപ്പുറത്തായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഈ ഒരു പള്ളിയിൽ നമസ്കരിക്കുന്ന അതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കുമോ? അത് നമുക്ക്
ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ നമസ്കരിക്കുക എന്നത് ഒറ്റക്ക് നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് ഉള്ളൂ, ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ. പക്ഷെ അതിന് പള്ളി എന്ന പരിവേഷം ഉണ്ടാവില്ല. അതിന് മുസല്ല എന്ന് പറയും അറബിയിൽ, പ്രയർ ഹാൾ എന്നൊക്കെ പറയുമല്ലോ, പ്രാർത്ഥന നമസ്കാര സ്ഥലം. അതാണ് മുസല്ല എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ വിരിക്കുന്ന വിരിപ്പിനാ പറയുക, പക്ഷെ അതല്ല. മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കാര സ്ഥലം എന്നാണ്. ആ പരിവേഷം ഉണ്ടാവുള്ളൂ. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ, യാത്രക്കാരായ സ്ത്രീകൾ നിസ്കരിക്കാതെ നിസ്കാരം കലാക്കൽ തുടങ്ങിയപ്പോൾ മറ്റുള്ള പള്ളികളിലൊക്കെ, ധാരാളം പള്ളികളിൽ സ്ത്രീകൾക്ക് അല്ലാതെ തന്നെ സുഖമായിട്ട് കയറി നമസ്കരിക്കാം. അപ്പോൾ ഇത് നിഷിദ്ധമാണെന്ന് പറയുന്ന ആളുകൾ ഒരു പ്രതിസന്ധിയിലായിട്ട് അവിടെ പോകാനും പറ്റൂല, എന്നാൽ സ്ത്രീകളെ നിസ്കാരം കലാക്കാനും പറ്റൂല. അപ്പോൾ നിർബന്ധിതരായിട്ട് അവരിങ്ങനെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് വെക്കാൻ നിർബന്ധിതരാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ പള്ളി എന്താക്കും, അനുവദിച്ചു കൊടുക്കും, ഘട്ടം ഘട്ടമായിട്ട്. അപ്പം ഇതേപോലെ തന്നെ ഈ പള്ളിയിൽ നമ്മൾ ഭാര്യയും ഭർത്താവും നമസ്കരിക്കണം. ഒരു പുരുഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇമാമ നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ആർക്കാണ് ഇമാമ നിൽക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പുരുഷന് ഇമാമായിട്ട് നിൽക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചാൽ, ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ പുരുഷൻ ഇമാമായി നിൽക്കുകയും സ്ത്രീകൾ പിന്നിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതിന് യാതൊരു കുഴപ്പമില്ല. സഹാബിമാരൊക്കെ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ സൊഫ് നിൽക്കുന്ന സാധാരണ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നിസ്കരിക്കണം വിചാരിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബക്കാരായിട്ടുള്ള സ്ത്രീകളൊപ്പാണ് ഞാൻ ഇപ്പം നമസ്കരിക്കണം ഇമാമായിട്ട്. ഞാൻ എങ്ങനെയാണ് സൊഫ് ശരിയാക്കേണ്ടത്? സാധാരണ ഇപ്പോൾ ഞാൻ നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ വലതു ഭാഗത്ത് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ വലതു ഭാഗത്ത് ഭാര്യ നിന്നാൽ മതി. വീട്ടിൽ ഭർത്താവ് മുമ്പിൽ നിൽക്കുന്നു, പിന്നെ ഭാര്യയും സഹോദരിമാരും ഉമ്മയും അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് പിന്നിൽ റസൂൽ പറഞ്ഞ തൃപ്തി അനുസരിച്ച് തൊട്ട് പിന്നിൽ പുരുഷന്മാർ, അതിൻ്റെ പിന്നിൽ സ്ത്രീകൾ. അങ്ങനെ വീട്ടിൽ സൗകര്യം, എല്ലാ വീട്ടിലും അങ്ങനെ സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആങ്ങളാപങ്ങൾ ഒരു ചെറിയ ഇടാണെങ്കിൽ എല്ലാവരും ഒരു സഫിൽ തന്നെ നിന്ന് നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരി സ്പേസ് ഉണ്ടെങ്കിൽ റസൂലിൻ്റെ സുന്നത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തർത്തീബ് അനുസരിച്ച് നിസ്കരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതേപോലെ നമ്മൾ സാധാരണ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കാറുള്ളൊരു കാര്യമാണ്, ഒരാളിങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയാളെ പോയിട്ട് തൊട്ട് നമസ്കരിക്കാം. ഇത് ശരിക്കും തൊട്ട് നമസ്കരിക്കുന്ന രീതി നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു രീതിയാണോ? അല്ല, ഈ തൊടുക എന്ന് പറഞ്ഞതിന് ഷാഫി മദ്ഹബിൽ തന്നെ ഒരു രേഖയില്ല. നമ്മുടെ നാട് ഷാഫി മദ്ഹബിന്റെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതിൽ തന്നെ ഇങ്ങനെ തൊടുക മാന്തുക എന്നുള്ള ഇത് എവിടെയില്ല, രീതിയില്ല. പിന്നെ മാത്രമല്ല, ഈ തൊട്ടവനെ തൊടുന്ന ഒരു പരിപാടിയുണ്ട്. ഒരാൾ മസ്ബൂക്കായി എണീറ്റ് വന്നു, അയാൾക്ക് 2 റക്അത്ത് ബാക്കി ഉണ്ടാവും. പിന്നെ വേറൊരാൾ വന്ന് അയാളെ തൊടുക. അപ്പോൾ ഈ ബേക്കിൽ വന്ന ആൾക്ക് ചിലപ്പോൾ 2 റക്അത്ത് ബാക്കി ഉണ്ടാവും. പിന്നെ വേറൊരാൾ വന്ന് അതിന് തൊടുക. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ തൊടുന്നത് അനൗചിത്യാന്ന് വരെ പറയുന്നവരുണ്ട്. മാലിക്കി മദ്ഹബിൽ നിസ്കാരം തന്നെ ബാത്തിലാവും, ഏത് തൊട്ടോണ്ടല്ല, മാമൂമിനെ തുടർന്നാൽ. രണ്ടിൻ്റെ ഇമാമിൻ്റെ നിയ്യത്ത് ഒന്നാവുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ചും പ്രബലമായ ഫിഖ്ഹി വീക്ഷണം അനുസരിച്ചും സുന്നത്ത് നമസ്കരിക്കുന്നതിന് ഫർദ് നമസ്കരിക്കുന്നവരെയും ഫർദ് നമസ്കരിക്കുന്ന സുന്നത്ത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരാം. കാരണം മുആദ് റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം ഇശാ നിസ്കരിക്കും, അപ്പം മാമൂമാണ്. അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് കുടുംബത്തിന് ഇമാമായിട്ട് നിസ്കരിക്കും. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അല്ല, അദ്ദേഹം ഇശാനെ നിസ്കരിക്കുക. അദ്ദേഹം നിസ്കരിക്കുന്നത് നേരത്തെ നിസ്കരിച്ച അതേ നിസ്കാരമാണ്. അപ്പോൾ പിന്നിലുള്ള മാമൂമിങ്ങൾക്ക് അത് ഫർദാണ്, ഇദ്ദേഹത്തിന് അത് സുന്നത്തായിരിക്കും. ഈ വേറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും ചെയ്യും. അവന് വിലക്കില്ല. അപ്പോൾ ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ യജൂസു അൽ ഇഖ്തിദാഉ മുത്തനഫിലി ബിൽ മുഫ്തരിദി വൽ മുഫ്തരിദി ബിൽ മുത്തനഫിലി എന്ന് വെച്ചാൽ, സുന്നത്ത് നമസ്കരിക്കുന്നവന് ഫർദ് നമസ്കരിക്കുന്നവനെയും ഫർദ് നമസ്കരിക്കുന്നതിന് സുന്നത്ത് നമസ്കരിക്കുന്നതിനും ഒക്കെ തുടരാം. നിസ്കാരത്തിന്റെ ഷെക്കിൽ മാറരുത്. കാരണം മയ്യത്ത് നിസ്കരിക്കുന്നവരുടെ പിന്നിൽ പോയിട്ട് ഓർ നിസ്കരിക്കാൻ പറ്റൂല, കാരണം നിസ്കാരത്തിന്റെ ഷെക്കിൽ വ്യത്യാസമുണ്ട്. ഈ ഇപ്പറഞ്ഞ ഇതിൽ തൊടുന്നതിന് ബദല് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജമാഅത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം, എങ്കിൽ ആളുകൾ ഇനിയിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ നിസ്കരിച്ചോട്ടെ. വേറെ ഒരു ജമാഅത്ത് പുറത്ത് തുടങ്ങുക. ഒരേ സമയത്ത് 2 ജമാഅത്ത് പാടില്ല, കാരണം അവിടെ ജമാഅത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ വേറൊരു ജമാഅത്ത്, 2 ആളെ കാത്തുനിന്നാൽ അവർക്ക് വേറെ ജമാഅത്ത് നിർവഹിക്കാം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തെ തൊട്ട് നമസ്കരിക്കുക എന്ന്, അദ്ദേഹത്തിന് നമസ്കാരത്തില് അസ്വസ്ഥത ഗൾഫിലൊന്നും ഇങ്ങനെ കാണൂല. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ, അത് അനുവദനീയാണ്, പക്ഷെ ഇങ്ങനെ ഒരു അനൗചിത്യായാലും. അതെ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാള് ഈ അടുത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്, ഒരാൾ അസർ മഗ്‌രിബും ഇശാവും കൂടെ ജമ്മാക്കാൻ വേണ്ടി തീരുമാനിച്ച, ഇശാവിനോടൊപ്പം നമസ്കരിക്കാമെന്ന്
പോയതാണ്. പള്ളി ചെന്നപ്പോൾ ഇശാ നിസ്കാരം ഇശാ നമസ്കാരം ഇയാൾ നടക്കുകയാണ്. മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല. ഇദ്ദേഹം നമസ്കാരം മഗ്‌രിബ് നമസ്കരിച്ചിട്ടില്ല. പക്ഷെ ഈ ഇശാ നമസ്കരിക്കുകയാണെന്ന് അവിടെ ജമാഅത്താണ് കണ്ടപ്പോ ഈ മനുഷ്യന് അവിടെ നമസ്കരിക്കാതെ അവിടെ ഇരിക്കുകയാണ്. ഈ നമസ്കാരം ഇശാ നമസ്കരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മഗ്‌രിബ് നമസ്കരിക്കുന്നില്ല. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാളെ മുമ്പിലുള്ള ഓപ്ഷനുകൾ പറഞ്ഞുതരാം. ഏറ്റവും അഫ്ളൽ മഗ്‌രിബ് നിയ്യത്ത് ചെയ്തുകൊണ്ട് അയാൾ ആ ഇശാ നിസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുക. അപ്പോൾ ഇമാം 4 റക്അത്താണ് നിസ്കരിക്കുക, ഇദ്ദേഹം 3 റക്അത്ത് നിസ്കരിക്കേണ്ടത്. 3 റക്അത്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് 2 വഴിയുണ്ട്. ഒന്നുകിൽ മുഫാറക്കത്തിന്റെ നിയ്യത്ത്, ഞാൻ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടു കൂടി സലാം വീട്ടി പിരിയാം, ഒരു മാർഗം. അല്ലെങ്കിൽ അദ്ദേഹം നമസ്കരിച്ച് കഴിയുന്നത് വരെ 3ാമത്തെ റക്അത്ത് കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. ഇമാം നവവി പറയാണ് ഫൽ ഇന്തിളാറു അഫ്ളൽ, അങ്ങനെ കാത്തിരിക്കലാണ് അഫ്ളൽ. അപ്പോൾ അത്തഹിയാത്തിൽ ഏതും പ്രാർത്ഥിക്കാം, ഏത് ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കാം അവിടെ. അപ്പോൾ ഇമാമ് അടുത്ത 4ാമത്തെ റക്അത്ത് കഴിഞ്ഞ് വരുന്നത് വരെ ഇയാൾ അത്തഹിയാത്ത് തന്നെ ഇരിക്കും. ഇമാമ് അത്തഹിയാത്ത് 4ാമത്തെ റക്അത്ത് കഴിഞ്ഞ് അത്തഹിയാത്ത് സലാം പൊട്ടും ഇമാമിനോടൊപ്പം. അതാണ് ഏറ്റവും അഫ്ളൽ. ഇപ്പോൾ 2 രൂപം പറഞ്ഞു. 3ാമത്തെ രൂപം അദ്ദേഹം ഇശാ തന്നെ നിസ്കരിക്കുക, എന്നിട്ട് ശേഷം മഗ്‌രിബ് നിസ്കരിക്കാം. പക്ഷെ അപ്പം എന്താവും, തർത്തീബ് തെറ്റും. അതുകൊണ്ട് അത് വിലക്കപ്പെട്ടിട്ടുണ്ട്. അത് മക്രൂഹാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ ശരിയാവില്ല എന്നും പറയുന്നു. നമസ്കാരത്തിൻ്റെ തർത്തീബ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. വേറൊരു വഴിയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കൂടാതെ വെക്കുക, ഇയാൾ മാറിയിരിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുക. അപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടും. അതെ, ഈ ഒരു ജമാഅത്തോടെ നടക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ റമദാൻ വരാൻ പോവാണല്ലോ. റമദാനിൽ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല ആളുകൾ, ഇമാമ് തറാവി നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും, വൈകി വന്ന ആളുകൾ. എന്നിട്ട് അവർ വേറെ തന്നെ പള്ളിയിൽ ജമാഅത്താക്കും. അങ്ങനെ 2 ജമാഅത്ത് ഒരു പള്ളിയിൽ പാടില്ല. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവർ ഇതിനോട് ഇശാ നിയ്യത്ത് ചെയ്ത് തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുക. 2 റക്അത്ത് കഴിഞ്ഞിട്ട് അവർ പൂർത്തിയാക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ തറാവീഹ് ഇമാം റക്അത്ത് കുറഞ്ഞു എന്നിട്ട് പ്രശ്നമല്ല. ഇത് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റമളാനിൽ നമ്മൾ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഇമാമ് നമസ്കാരത്തിൽ സാധാരണ ഇപ്പൊ ജമാഅത്ത് ഇമാമും മാമുമായിട്ട് നമസ്കരിക്കുമ്പോൾ സംഭവിക്കാറുള്ള കാര്യമാണ് ഇമാമ നമസ്കാരത്തിൽ ചില കാര്യങ്ങൾ മറന്നു പോവുക. അതെ, ആ മറന്നു പോകുമ്പോൾ എങ്ങനെയാണ് മാമുകൾ ഓർമ്മപ്പെടുത്തേണ്ടത്? അതിന്റെ രീതി നമസ്കാരത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളിൽ സംശയം കൊണ്ടോ മറവി കൊണ്ടോ ഇമാമ് ചെയ്താൽ പിന്നിൽ നിന്ന് മാമൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അത് തൊട്ട് പിന്നിലുള്ള ഒരാളാണ് പറയേണ്ടത്. ചില പള്ളിയിൽ എല്ലാവരും കൂടി സുബ്ഹാനല്ലാഹ് പറയണം. അങ്ങനെ പറയണ്ട. ഇമാമിന് മറവി സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇമാമ് കേൾക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ചിലപ്പോൾ ഇമാമ് കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. അതാണ് മാമൂമികൾക്ക് ചെയ്യാനുള്ളൂ. ഇമാം അത് കേൾക്കുന്നില്ല. ഉദാഹരണം പറയാം, 4 റക്അത്ത് അത്തഹിയാത്തിൽ ഇരിക്കാതെ ഇമാമ് 5ാമത്തെ റക്അത്തിലേക്ക് എണീറ്റു. മാമൂമികൾക്കറിയാം ഇത് നിസ്കാരം 5ാമത്തെ റക്അത്തിലാണ്. അവരൊക്കെ അത്തഹിയാത്തിൽ ഇരിക്കുകയാണല്ലോ ചെയ്യുക. അവരവിടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, ഇമാം ഇരിക്കുന്നില്ല, ഇമാം എഴുന്നേറ്റ് ഇരിക്കുക തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാമൂമിങ്ങൾ ഓർമ്മയുള്ള ആ മാമൂമിങ്ങൾ 5ാമത്തെ റക്അത്തിലേക്ക് എണീറ്റുന്ന പോലെ നിസ്കാരം ഒക്കെ ബാത്തിലാവും. സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് ഇമാം ഇരുന്നിട്ടില്ലെങ്കിൽ അവർ ചെയ്യണം, മുഫാറക്കത്തിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അവർ സലാം വീട്ടണം. അതാണ് ചെയ്യേണ്ടത്. അതേസമയം ഇമാമ് ആദ്യത്തെ അത്തഹിയാത്ത് മറന്ന് എഴുന്നേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തഹിയാത്ത് ഇരിക്കണമല്ലോ അവിടെ. അപ്പോൾ മാമൂമികൾ എന്ത് ചെയ്യണം? അപ്പോൾ സുബ്ഹാനല്ലാഹ് പറയണം. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ എഴുന്നേൽക്കുന്നേ ഉള്ളൂ, അഥവാ പകുതിയിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇമാമ് അവിടെ തന്നെ ഇരിക്കണം. എഴുന്നേറ്റ് നിന്ന് പോയാൽ പിന്നെ ഇമാമ് മടങ്ങാൻ പാടില്ല. എന്താ കാരണം? അങ്ങനെ ഹദീസിലുണ്ട്. അതെ. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് താഴേക്ക് പോകാൻ പാടില്ല. 2ാമത്തെ കാരണം ഫറളിൽ വ്യാപൃതനായി കഴിഞ്ഞതിന് ശേഷം സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു ഫറളാണ്. അപ്പോൾ 3ാമത്തെ റക്അത്തിലേക്കുള്ള നൃത്തം ഫറളാണ്. ഫർദ് ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ താഴോട്ടേക്ക് മടങ്ങുന്നത് അത്തഹിയാത്താണ്. ഈ അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്ത് 2ാമത്തെ റക്അത്തിൽ അത് ഫർളല്ല, സുന്നത്താണ്. പ്രബലമായ സുന്നത്ത്, അബാദ് സുന്നത്ത് എന്നൊക്കെ പറയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ വീണ്ടും അത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ഇമാമ് 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റുന്നു അത്തഹിയാത്ത് ഇരിക്കാതെങ്കിൽ മാമൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയാം. അതിന് മറവി സംഭവിച്ചെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പായി
2 സുജൂദ് സെഹുവിൻ്റെ സുജൂദ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അല്ല അതിലേ ഇപ്പോൾ ഇമാമ് സഹവിന്റെ സുജൂദും മറന്നുപോയി, ഫറലായ ഒരു കാര്യമാണ് മറന്നിട്ടുള്ളത്. നമസ്കാരത്തിൽ ഫറലായ ഒരു കർമ്മമാണ്. നമസ്കാരത്തിൽ ഫറല് മറന്നാൽ സെഹുവിന്റെ സുജൂദ് പോരാ. അതെ അതെ, അതാ മറന്നത് റുക്കുവാന്ന് വിചാരിക്കും. റുക്കുവാണ് ഇമാമ മറന്നത് റുക്കുവാണെങ്കിൽ ആ റുക്കുവിലേക്ക് മടങ്ങണം. ഉദാഹരണം പറയാ, ഓതിക്കഴിഞ്ഞ് നേരെ സുജൂദിലേക്ക് അങ്ങ് പോയി എന്ന് വിചാരിച്ചു, എന്തോ വിസ്മരിച്ച് എന്തോ ചിന്തിച്ച് അങ്ങനെ പോയി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മാമൂമിങ്ങൾ ഇമാമിനെ ഫോളോ ചെയ്യാൻ പാടില്ല, സുജൂദിലേക്ക് പോകാൻ പാടില്ല. അവര് സുബ്ഹാനല്ലാഹ് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താൽ ഇമാമ് നേരെ എണീറ്റ് നിന്ന് റുക്കുവിലേക്ക് നിന്നാൽ മതി. നേരെ അദ്ദേഹം എണീറ്റ് നേരെ റുക്കുവിലേക്ക് നിന്നാൽ മതി. അപ്പോൾ മാമൂമിങ്ങൾക്ക് റുക്കു ചെയ്യാം. എന്നിട്ട് സമയം അങ്ങനെ ചെയ്യാം. ഇനി അദ്ദേഹം അടുത്ത റക്അത്തിലേക്ക് എത്തിപ്പോയി, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സംഭവിക്കാം. അടുത്ത റക്അത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ച റുക്കിന് മറന്ന റക്അത്ത് ഇല്ലാന്ന് കണക്കൂട്ടുക. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു റക്അത്ത് അധികം നമസ്കരിക്കുക. എന്നിട്ട് സുഹുവിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്യാം. സഹവിന്റെ സുജൂദ് പറഞ്ഞാൽ ഈ നിർബന്ധ കാര്യങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരമാവുകയില്ല. റുക്കിനായ കാര്യം മറന്നാൽ വിട്ടുപോയാൽ അത് ചെയ്യുക നിർബന്ധമാണ്. പക്ഷേ മറന്നതിന്റെ പേരിൽ വീണ്ടും അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് അവർക്കും സുന്നത്തതാണ്. അതേപോലെ നമ്മൾ സാധാരണ നമ്മളെ പള്ളിയിലൊക്കെ കാണാറുള്ള ഒരു കാര്യമാണ്, നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇമാമിന്റെ ഒരു കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട്. ചില ആളുകൾ അത് ചെയ്യാനേ പാടില്ല എന്ന് പറയുന്നു, മറ്റാളുകൾ അത് സുന്നത്തായിട്ട് തന്നെ നിരന്തരമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നു. ഇതിന് എന്തെങ്കിലും ഇസ്ലാമിക ആ വിഷയത്തില് ഈ ചെയ്യുന്നത് ഏത് ബേസിലാണ്, ഏത് അടിസ്ഥാനത്തിലാണ് എന്നതിനനുസരിച്ച് മാറും. ഉദാഹരണം പറയാം, സലാം വീട്ടിയ ഉടനെ നമ്മൾ അസ്തഗ്ഫിറുല്ലാ 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 3 പ്രാവശ്യം പറയും, അത് സുന്നത്താണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചെല്ലുന്നത്, ആയത്തുൽ കുർസി ചെല്ലുന്നത്, ഇതേ പരിവേഷത്തിലാണ് കൂട്ടായി പ്രാർത്ഥിക്കുന്നതെങ്കിൽ, കൂട്ടായി പ്രാർത്ഥിക്കുന്ന ഇമാമും പ്രാർത്ഥിക്കുകയും മാമൂമും ആമീൻ പറയുകയും ചെയ്യുന്നതെങ്കിൽ അത് ബിദ്അത്താണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സുന്നത്ത് റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതില് നമ്മളൊരു പുതിയ സുന്നത്ത് കൂട്ടിച്ചേർക്കാൻ ആർക്കും അധികാരമില്ല. അതേസമയം മാമൂമിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അപ്പൊ അവർക്ക് പഠിക്കാൻ പ്രാർത്ഥന അറിയുന്ന, കാരണം നിസ്കാരത്തിന് ശേഷം ഇജാബത്തുള്ള ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയങ്ങളിൽ പെട്ടതാണ് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം. അപ്പോൾ ഒരു ഇമാം വിചാരിക്കുക, നല്ല പ്രാർത്ഥന അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തന്നുണ്ടല്ലോ, ഖുർആനിലും സുന്നത്തിലും വന്ന്, ഇവരിന്ന് പഠിച്ചോട്ടെ. പ്രത്യേകിച്ച് ചില പ്രാർത്ഥനകളുടെ പ്രാധാന്യം റസൂൽ പ്രത്യേകം പഠിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ആമീൻ പറഞ്ഞു. അതിന് എന്തില്ല, അത് ബിദ്അത്താകുന്ന പ്രശ്നമില്ല. കാരണം ഇമാം ഷാഫിഈ തന്നെ പറയുന്നുണ്ട്, അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിക്കണം. അതെന്താ അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്? ഇത് സുന്നത്തല്ലാത്തതുകൊണ്ട്. പിന്നെ ആ ഒരു ആവശ്യത്തിനാണ് അത് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ മാമൂമിങ്ങളൊക്കെ ഇതൊക്കെ അറിയുന്ന പോലാണെങ്കിലോ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എന്താകുമ്പോൾ ബിദ്അത്താവില്ല. ഇതിപ്പോ ചിലവര് ഒരു ഇമാം അങ്ങോട്ട് പ്രാർത്ഥിച്ചു പോയി മാമൂമിങ്ങൾ ആമീൻ പറഞ്ഞ ആള് ബിദ്അത്തായി എന്ന് ചിലവർ പറയും. ചില ആള് ഇത് ചെല്ലാതെ ആരെങ്കിലും എഴുന്നേറ്റ് പോവുകയോ ഒറ്റക്ക് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അയാളെന്തോ സുന്നത്ത് ഉപേക്ഷിച്ച മാതിരി. അപ്പൊ അള്ളാന്റെ ദീന് ഇതിന്റെ രണ്ടിന്റെ ഇടയില. ചിലപ്പോ ഈ പ്രാർത്ഥന നടത്തിയ ആള് ചിലപ്പോ രണ്ടാം സുന്നത്ത് നമസ്കരിക്കാൻ നിൽക്കാതെ പോവുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, മഗ്‌രിബിനൊക്കെ പള്ളിയിലും ചെന്നാല് അവിടെ തസ്ബീഹ് ചെല്ലലോ ഇതൊക്കെ നിർത്തിയിട്ട്, കാരണം മഗ്‌രിബ് നിസ്കരിച്ച ആളുകളെ അങ്ങാടിയിലേക്ക് പോകുമല്ലോ. അപ്പൊ ഈ ദിക്റൊന്നും ചെല്ലണേന്റെ മുമ്പ് തന്നെ കൂട്ടപ്രാർത്ഥന മുടങ്ങരുത് എന്നുള്ള അതങ്ങോട്ട് ചെല്ലും. അപ്പൊ ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് ചെല്ലാതെ ഇതിനങ്ങ് കൂടുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തില് ഹദീസിൽ വന്നിട്ടുള്ള സുന്നത്താണ് ഇങ്ങനെയുള്ള കുറെ മുഖാലഫത്ത്. ഒരു ബിദ്അത്ത് ഉണ്ടാകുമ്പോൾ സുന്നത്ത് അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന സംശയമില്ല എന്ന് വിചാരിച്ചിപ്പോ ഇപ്പൊ നടക്കുന്ന പോലെ ആളുകൾക്ക് മാമൂമികൾക്ക് അറിയില്ല എങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇമാം പ്രാർത്ഥിക്കാൻ ഒരു പ്രശ്നമില്ല. അതുപോലെ നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ പള്ളിയിലൊക്കെ പല ആളുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇരുന്നാണ് നമസ്കരിക്കാറുള്ളത്. അപ്പൊ ഈ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ പലപ്പോഴും സൊഫിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറലുണ്ടല്ലോ. അതെങ്ങനെയാണ് ശരിക്ക് യഥാർത്ഥത്തിൽ ഇരുന്ന് നമസ്കരിക്കുന്നവന് അതിനെ ആ രൂപം പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവിടെ പറയേണ്ടത്, ചോദിച്ചുകൊണ്ട് പറയാം. പള്ളിയിലേക്ക് സുന്ദരമായിട്ട് നടന്നു പോയിട്ടുണ്ടാവും ആളുകൾ. അതായത് വീട്ടിൽ നിന്ന് നടന്നിട്ട് പള്ളിയിലേക്ക് കാറ്റത്തും മഴയത്തും ഒക്കെ നടന്ന് സുഖമായിട്ട് പോയിട്ടുണ്ടാവും. പള്ളിയിലെത്തിയാൽ കസേരയിൽ ഇരുന്നിട്ട് നമസ്കരിക്കുക.
ഈ നൃത്തം എന്നത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. നമസ്കാരത്തിൻ്റെ റുക്കിനുകൾ അങ്ങനെ കഴിഞ്ഞിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുമ്പോൾ നൃത്തത്തിനായൊരു പ്രശ്നമല്ലെങ്കിൽ അയാൾ എവിടെ വെച്ച് ഇരുത്തത്തിനാണ് പ്രയാസം അല്ലെങ്കിൽ സുജൂദിലും റുക്കൂലും പോകുന്ന സന്ദർഭത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാളെ നിസ്കാരം ബാത്തിലാവുന്നൊരു കാര്യമാണ് ഒഴിവാക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അത് ഇനി ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരേ സെഫിൽ ഇപ്പം ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുക, പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സെഫിൽ ഇങ്ങനെ ഒരേ മാതിരിയാണ് ഉണ്ടാവുക. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ റുക്കുവിന്റെ സുജൂദിന്റെ സമയത്താണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ഒന്നുകിൽ ഈ സഫിന്റെ മുമ്പിലേക്ക് കയറിക്കേണ്ടി വരും, കസേര ഇടണല്ലോ, അല്ലെങ്കിൽ കസേര പിന്നിലോട്ടേക്ക് ഇടേണ്ടി വരും. കസേര പിന്നിലോട്ട് കിട്ടാതെ 8 വിക്കലുള്ള ആൾക്ക് സുജൂദ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ അതിനുള്ള പരിഹാരം കസേര ഇട്ട് നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഒരു സൈഡിൽ നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തൂണിന്റെ പിന്നിൽ, ഇപ്പൊ എന്റെ മുമ്പിൽ ഇവിടെ ഒരു തൂണുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അപ്പൊ മറ്റുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തൂണിന്റെ മുന്നിലും ഇരിക്കാം. ബേക്കിൽ തൂണുണ്ടെങ്കിൽ അതിന് കുറച്ച് മുന്നോട്ടേക്ക് നിന്നാൽ അവിടെ ഒരു സെഫ് മുറിയല്ലോ എന്തായാലും. ഒന്നുമില്ല, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സൈഡിന് ബേക്കിലായിട്ട് സൈഡിന് ഇതാക്കുക. ഏത് മാർഗം സ്വീകരിച്ചാലും കസേര പിന്നിലോട്ടേക്ക് ഇട്ടിട്ട് സെഫിൽ നിന്നാൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഒരേ ലൈൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ സുജൂദും റുക്കൂലും അയാൾ വേറിട്ടിരിക്കും. അപ്പൊ ഇത് രണ്ടിലും പ്രശ്നമുണ്ട്. ഇത് ഇന്നതേ ചെയ്യാവൂ, അതാണ് ശരി എന്ന് പറയുന്നതിന് പ്രശ്നം, ഏത് പറഞ്ഞാലും പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓരോ പ്രദേശത്തെയും കസേരന്റെ വലുപ്പവും സ്റ്റൂളിന്റെ വലുപ്പവും ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ സൈഡിൽ നിൽക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന ആൾക്കാർ ഏതായിരുന്നാലും ബേക്കിലുള്ള ആളെ തലമുട്ടി അയാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റാത്ത നമസ്കാരത്തിന് പ്രയാസം ഉണ്ടാകാൻ മുമ്പ് മുന്നിലെ സെഫിലേക്ക് കുറച്ച് തള്ളി നിന്നാൽ പോലും ബേക്കിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ മുൻഗണന അതിനാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് റുക്കനാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. എനിക്ക് കഴിയോ ഇല്ല എന്നുള്ളത് എന്നിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മള് പള്ളിയിലൊക്കെ ഇതൊരു എല്ലാവരും വരെ ഇരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറും ഇങ്ങനെ ആകുമ്പോ. അപ്പൊ അത് നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ മുമ്പിൽ സ്റ്റൂൾ വെച്ചിട്ട് അയിമല സുജൂദ് ചെയ്യുന്നതാണ്. അത് ചെയ്യരുത്. അതിന്റെ ആവശ്യമില്ല. കാരണം ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്ത ഷഹാബിന്റെ മുമ്പ് നടത്ത് മാറ്റാൻ പാടില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സംശയം തോന്നുന്നത്. നമ്മൾ നമസ്കാരത്തിൽ തന്നെ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിലൊരു മറ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കസേര എടുത്ത് വെക്കുന്നത്, അതിന് അത് പിന്നെ ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട റസൂൽ കൽപ്പിച്ചുമാണ്. ഒരാൾ മറയോട്, മറ എന്നല്ല അതിന് പറയാം, ഒരു മുമ്പിൽ ഒരു അടയാളം പോലെ ഒരു അതിനോട് അടുത്ത് നിൽക്കുക. അതുകൊണ്ടാണ് കാരണം നിസ്കരിക്കുന്നതിന് മുമ്പിലോട് നടക്കാൻ പാടില്ല. 40 കൊല്ലെന്നോ എങ്ങനെയും പറയാം, 40 കാത്തിരിക്കട്ടെ എന്നാണ് ഹദീസിലുള്ളത് നിസ്കരിക്കുന്നതിന് മുമ്പിൽ കൂടെ നടക്കുന്നതിന്. അപ്പോൾ ആ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഒരു വടി കുത്തിയൊക്കെ മണലിലൊക്കെ നിസ്കരിക്കുകയാണ്, പോയതിൻ്റെ തീരത്തോ പാർക്കിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളത്തിന്, വലിയ പള്ളിയാണെങ്കിൽ ഒരു കസേരയോ എന്തെങ്കിലും അടയാളം മുമ്പിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ചുമരിനോട് തൂണിനോട് ചേർന്ന് നിൽക്കുക. അത് ഹദീസിൽ വന്ന നമസ്കാരത്തിന് മുമ്പിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള അടയാളമാണ് എന്ന് പറയാൻ ഹദീസിൽ വന്ന സംഗതിയാണ്. അതും അതിൻ്റെ ഒരു ഉദ്ദേശമാകാം. എന്നാൽ ഹദീസിൽ റസൂൽ കൽപ്പിച്ച ഒരു സുന്നത്തായതുകൊണ്ട് അത് പാലിക്കുക തന്നെ വേണം. ചിലയിടത്തത് പാലിക്കാൻ കഴിയില്ല, കാരണം ഒന്ന് വെക്കാൻ കിട്ടൂല. പിന്നെ ഹറമിലൊക്കെ ആണെങ്കിൽ നടക്കാതെ ആളുകൾ അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ എല്ലാത്തിനും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളെ കൊണ്ടും കഴിയാത്തതല്ല കൽപ്പിച്ചിട്ടില്ല. സാധ്യമാകുന്ന നടത്തി ഈ അദബുകളൊക്കെ പാലിക്കണം. ഇനി ജമാഅത്ത് നമസ്കാരത്തെ അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം സുന്നത്ത് നമസ്കാരമാണ്. സുന്നത്ത് നമസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണല്ലോ വിത്ർ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ വിത്ർ നമസ്കരിക്കാൻ ഏറ്റവും യോജ്യമായ സമയം എപ്പോഴാണ്? ഇപ്പൊ നമ്മളിപ്പോ തറാവിയൊക്കെ വരികയാണ്. തറാവി നമസ്കാരത്തിൽ ചില ആളുകൾ വിത്ർ നമസ്കരിക്കാതെ അവരുടെ തഹജ്ജുദിന് ശേഷമുള്ള അല്ലെങ്കിൽ നമസ്കരിക്കുന്ന രീതി ഉണ്ടാവും. അതിലേതാണ് നമുക്ക് സ്വീകാര്യമായ രീതി? ഹദീസിൽ വന്നത് ഇജ്അലു ആഖിറ സ്വലാത്തിക്കും വിത്ര, നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ ഒടുക്കം നിങ്ങൾ വിത്റാക്കുക. അപ്പോൾ ആളുകൾ പല രൂപത്തിലേക്കും, ചില ആളുകൾ ഉറങ്ങിപ്പോയാൽ പിന്നെ എഴുന്നേൽക്കാൻ വലിയ പാടായിരിക്കും. വേറെ ചില ആളുകൾക്ക് ഉറങ്ങിയാൽ എപ്പം വേണമെങ്കിലും എണീക്കാൻ പറ്റും. അതൊക്കെ ശാരീരികമായ ചില വ്യത്യാസങ്ങളും പ്രകൃതിപരമായ ചില പ്രത്യേകതകളൊക്കെയാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു എപ്പം വേണമെങ്കിലും അപ്പോൾ സഹാബിമാരിൽ തന്നെ അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്.
അപ്പോൾ ഒന്നാമത്തെ ഹദീസ് അവന് നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഒടുക്കം വിത്തറാക്കുക. അതിന് രണ്ടർത്ഥമുണ്ട്. അതെന്ന് വെച്ചാൽ അവസാനത്തെ നിസ്കാരം വിത്തറാക്കുക എന്നും നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഒടുക്കം ഒറ്റയാക്കുക എന്നും രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? അതായത് ആ അവസാനത്തെ നിസ്കാരം വിത്തറാക്കുക എന്ന് പറഞ്ഞാൽ വിത്തർ നിസ്കരിക്കുന്നത് ഞാൻ അവസാനമായിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ നിസ്കാരം മൊത്തം കണക്കൂട്ടിയാൽ അത് ഒറ്റയിൽ അവസാനിക്കണം എന്ന് വെച്ചാൽ നേരത്തെ 3 റക്അത്ത് നിസ്കരിച്ച് ഉറങ്ങിയ ഒരാള് പിന്നെ എണീച്ചിട്ട് പിന്നെ 3 നിസ്കരിച്ചാൽ അയാളെ നിസ്കാരത്തിന് ഒടുക്കം എന്താണ്? ഇരട്ടയാണ്, 6 അപ്പൊ നേരത്തെ 3 റക്അത്ത് 5 റക്അത്ത് നിസ്കരിച്ച് ഉറങ്ങിയ ഒരാള് പിന്നെ എണീറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാലും അയാളെ മൊത്തം കണക്കൂട്ടിയാൽ നിസ്കാരത്തിന്റെ ഒടുക്കം ഒറ്റയാണ്. അപ്പൊ അതല്ല, അതിപ്പോ നേരത്തെ നമ്മള് വിത്തറായിട്ടല്ലല്ലോ നെയ്യത്ത് വെച്ചിട്ടുള്ളത്, തറാവിയായിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ. വിത്തറെന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റയാക്കി നിസ്കരിക്കാന്നാണ്. അത് തറാവിഹിന്റെ ശേഷം ഇശാന്റെ ശേഷം ഇമാമും തറാവിഹ് നിസ്കരിക്കും, അതിന്റെ അവസാനം നിസ്കരിച്ചാലും വിത്തർ തന്നെയാണ്. ഉറങ്ങി എണീച്ചിട്ട് 1, 1, 3 അങ്ങനെ നിസ്കരിച്ചാലും ഒക്കെ വിത്തർ തന്നെയാണ്. ഒറ്റ റക്അത്തുകൾ, ഒറ്റ സംഖ്യകൾ, അതാണ് വിത്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പള്ളിയിൽ ഇപ്പം വലിയ പ്രശ്നം, തറാവിഹിന്റെ സമയത്ത് ഇമാമിന്റെ കൂടെ വിത്തർ നിസ്കരിക്കാതെ പോകുന്നുണ്ട് പലരും. അത് അനൗചിത്യമാണ്. അനുവദമുണ്ട്, പക്ഷെ അനൗചിത്യമാണ്. കാരണം മൻ സ്വല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല എന്ന ഹദീസിൽ ഇമാമ് പിരിയുന്നത് വരെ ഇമാമിനോടൊപ്പം പൂർണ്ണമായിട്ട് ഒരാൾ നിസ്കരിച്ചാൽ രാത്രി നിന്ന് നിസ്കരിച്ച കൂലിയുണ്ട്. അപ്പോൾ ഇടക്ക് വെച്ച് പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഹദീസിൽ പറഞ്ഞ പ്രതിഫലം കിട്ടൂല. അപ്പം അത്തരം ആളുകൾ എന്ത് ചെയ്യുക? ഇമാമ് വിത്തർ നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ വിത്തർ നിസ്കരിക്കുക. അവർക്ക് 2 കാര്യം ചെയ്യാം. ഒന്ന്, ഇമാമിൻ്റെ കൂടെ വിത്തർ നിസ്കരിച്ച് സലാം വീട്ടുക. അല്ലെങ്കിൽ 3 റക്അത്ത് സലാം വീട്ടുക, എല്ലാവരും പോട്ടെ പോലെ തന്നെ അദ്ദേഹം. അല്ലെങ്കിൽ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ ഇവർ എണീറ്റ് നിന്നിട്ട് സലാം വീട്ടുക, അത് 1 റക്അത്തും കൂടി പൂർത്തിയാക്കിയിട്ട്. അപ്പോൾ 11 നിസ്കരിക്കുന്ന ആൾ 12 ആവും, 21 നിസ്കരിക്കുന്ന ആൾ 22 ആവും. അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്താലും പിന്നെ വിത്തറിൻ്റെ സമയം ഏറ്റവും അഫ്ദലായ ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് നിസ്കരിക്കുന്നത് തഹജ്ജുദാണ്. ഏറ്റവും അഫ്ദൽ സ്വലാത്തിൽ ഫി ജൗഫിൽ ലൈലി, രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള ആ വഖ്തു സഹർ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സഹർ, അത്താഴം കഴിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തുള്ള സുബൈൻ്റെ മുമ്പുള്ള ആ സമയമാണ് ഏറ്റവും അഫ്ദൽ. ഒന്ന് ഉറങ്ങി എണീച്ച് നിസ്കരിച്ചാൽ അതിന് തഹജ്ജുദ് എന്ന് പറയും. അപ്പോൾ നേരത്തെ വിത്തർ നിസ്കരിച്ച ഒരാൾ ആ സമയത്ത് എഴുന്നേറ്റാൽ അയാൾ ഈ രണ്ട് നിസ്കരിക്കാം, സുബഹിയാകുന്നത് വരെ നിസ്കരിക്കാം. നേരത്തെ വിത്തർ നമസ്കരിക്കാത്ത ആളുകൾ എത്ര ഈ രണ്ട് നിസ്കരിക്കുക, അവസാനം 1 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് വിത്തർ ഇപ്പം നമസ്കരിച്ച് വന്നാലും പിന്നെ 2 റക്അത്ത് പ്രാവശ്യം ഒരു രാത്രിയിൽ 2 വിത്തർ നിസ്കരിക്കുക. അതാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ വിചാരിച്ചത്. കാരണം രാത്രിക്കത്തെ നമസ്കാരം പകലെ നമസ്കാരം മഗ്‌രിബോട് കൂടി അവസാനിക്കുക, അത് 3 അവസാനിക്കുന്നത്. എന്നതുപോലെ രാത്രിക്കത്തെ നമസ്കാരം ഒറ്റയിലാണ് അവസാനിക്കുക, അത് വിത്തർ. അതേപോലെ നമ്മൾ വിത്തറിൽ നമ്മൾ കാണാൻ കഴിയും ഒരു സംശയമുള്ളത്, വിത്തറിൽ നമ്മൾ കുനൂത്തിനെ കുറിച്ചാണ്. നമ്മൾ കുനൂത്ത് നിർബന്ധമായി ഓതുന്ന ആളുകൾ ഉണ്ടാവും, കുനൂത്ത് ഒഴിവാക്കാത്ത ആളുകൾ. അതേപോലെ വിത്തറിൽ സാധാരണ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ മാത്രം കുനൂത്ത് ഓതുന്ന ആളുകൾ. ഇതിന് ഇസ്ലാമികമായ ഒരു പ്രമാണം ഹദീസില് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്രി. അള്ളാൻ്റെ റസൂൽ എനിക്ക് ചില കെലിമാത്തുകൾ പഠിപ്പിച്ചു തന്നു, ഞാനത് എൻ്റെ വിത്തർ നമസ്കാരത്തിലാണ് ചൊല്ലാറുള്ളത്. അങ്ങനെ അപ്പോൾ അതാണ് കുനൂത്തിൻ്റെ ഒരടിസ്ഥാനം. പിന്നെ കുനൂത്ത് ഓതാറുണ്ടായി, വിത്തറിൽ കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്നുള്ള ഹദീസുകൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഫുഖഹാക്കളിൽ ഒരു വിഭാഗം വിത്തറിലെ കുനൂത്ത് സുന്നത്താണ് എന്ന് പ്രമാണബദ്ധമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഹനഫി മദ്ഹബ് പോലുള്ള മദ്ഹബുകളിൽ വിത്തറിലോ മറ്റു നമസ്കാരങ്ങളിലോ കുനൂത്ത് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടേതായ തെളിവുണ്ട്, ചില സഹാബിമാരിൽ നിന്നൊക്കെ അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു ഷാഫി മദ്ഹബിൽ റമദാനിൽ അവസാനത്തെ പകുതിക്ക് ശേഷം കുനൂത്തുണ്ട്, അത് ചില സഹാബിമാർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട് എന്നാണ്. ഏതായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിത്തറിൽ കുനൂത്ത് ഓതിയതായിട്ട് റസൂൽ ഓതി എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ഒന്നുമില്ല. പക്ഷെ എല്ലാത്തിനും റസൂൽ ചെയ്യണ്ട, ചെയ്യാൻ അനുവാദം കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള അർത്ഥത്തിൽ ഒരു സുന്നത്തായ ഒരു കാര്യം അതിൽപ്പെട്ട ഹദീസാണ് ആദ്യം പറഞ്ഞു തന്ന കലിമാത്ത്. അതുപോലെ ഈ സുബഹി നമസ്കാരത്തിൽ ഇതേപോലെ തന്നെ ഷാഫി മദ്ഹബിൽ സുബഹി നമസ്കാരത്തിലെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് പോലെ
ബലപ്പെട്ട സുന്നത്താണ്. എന്ന് വെച്ചാൽ നമസ്കാരത്തിൻ്റെ ഭാഗമായ സുന്നത്ത്. അത് വിട്ടുപോയാൽ സെഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട സുന്നത്താണ് ഷാഫി മദ്ഹബിൽ. മറ്റ് മദ്ഹബുകളിലൊന്നും അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുന്ന പള്ളിയിലാണ് കയറിയെങ്കിൽ കുനൂത്ത് ഓതുമ്പോൾക്ക് എന്തോ സംഭവിച്ചെന്നൊന്നും വിചാരിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് അതിൽ കൂടാം. ഇനി ഷാഫി മദ്ഹബുകാരനായ ഒരാൾ വേറൊരു പള്ളിയിൽ കയറിയപ്പോൾ അവിടെ കുനൂത്ത് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് എന്തോ സംഭവിച്ചെന്നും കണക്കാക്കേണ്ടതില്ല. ദലീൽ എന്തായിരുന്നു? ഷാഫി ഇമാം ഇങ്ങനെ ഹദീസുകളിൽ വന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നത് വരെ കാന യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയ, ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന കാലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയിരുന്നു എന്നുള്ള ഹദീസാണ്. ആ ഹദീസ് എത്രത്തോളം പ്രബലമാണ്, ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ അത് ഏത് ഖുനൂത്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, കേവല പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പല ചർച്ചകളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഷാഫി മദ്ഹബുകാർക്ക് ഇതാണ് ഹദീസ് തെളിവ്. അത് അവരെ ആ രൂപത്തിൽ തന്നെ അവർ മനസ്സിലാക്കുകയും ചെയ്തു. അതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ, വിശാല മനസ്കരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഫമൻ കനത്ത ഫഖദ് ഹസൻ വമൻ തറക്ക ഫഖദ് ഹസൻ. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ ഒക്കെ പോലുള്ള പണ്ഡിതന്മാർ ഇനി ഒരാൾ ഖുനൂത്ത് ഓതിയേ തീരൂ, അത് നല്ലത്. ഇനി ഒരാൾ ഞാൻ ഖുനൂത്ത് ഓതുന്നത് മനസ്സിലാക്കുന്നില്ല എന്നാണ്, അത് ഹസൻ. അതൊന്നും ഒരു വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു സമീപനാണ് അവർ സ്വീകരിച്ചതെന്ന് അർത്ഥം. അതേപോലെ തന്നെ തറാവി നമസ്കാരം, ഇപ്പം നമ്മൾ തറാവി നമസ്കാരം എപ്പോഴും ഉള്ള ഒരു ചർച്ചയാണ്. തറാവി എത്ര റക്അത്താണ് നമസ്കരിക്കേണ്ടത്, 8 ആണോ എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം എല്ലാ വർഷവും തറാവീന് ഒരു ചർച്ച ഉണ്ടാവും. അതെന്താ കാരണം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള തറാവീഹ് നമസ്കാരം 3 ദിവസമാണ് നിസ്കരിച്ചത്. 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും സഹാബിമാരൊക്കെ ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖശീതു അൻ യുഫ്തറദ അലൈക്കും, അത് ഫറദാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അന്ന് മുതൽ പിന്നെ ഓരോരുത്തർ അപ്പന സ്വന്തം നിലക്ക് നിസ്കരിക്കലായിരുന്നു. ഏത് ഖിയാമു റമദാനിലെ ഈ നമസ്കാരം എന്ന് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് പിന്നെ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ലോ ജമാനാഹും അലാ ഇമാമിൻ വാഹിദ്, എല്ലാവരും കൂടി ഒരു ഇമാമിൻ്റെ പിന്നിലാക്കിയാൽ അതല്ലേ നല്ലത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യുകയും അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ്, തമീം ഇദ്ദാരി എന്നീ 2 സഹാബിമാരെ ഇമാമായിട്ട് നിശ്ചയിക്കുകയും ബാക്കിയുള്ളവരെ അത് മുതലാണ് എന്ത് തുടങ്ങിയത്, ഈ തറാവീഹ് ഇങ്ങനെ ജമാഅത്തായിട്ടുള്ള വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. റസൂൽ ആ 3 ദിവസം എത്ര നിസ്കരിച്ചതെന്നുള്ള സഹീഹായ റിവായത്തിൽ ഒന്നിലുമില്ല. 3 ദിവസം നിസ്കരിച്ചെന്ന് പറഞ്ഞല്ലോ, ഇത് എത്ര റക്അത്തായിരുന്നു എന്നത് സഹീഹായ ഒരു ഹദീസിലും ഇല്ല. ഒരു ഹദീസിൽ ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുൽ ലൈലിനെ പറ്റി ചോദിക്കുന്നുണ്ട്, സ്വലാത്തുൽ ലൈലിന്. അപ്പോൾ റസൂൽ പറയുന്നുണ്ട് സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ, ഈ രണ്ട് റക്അത്താണ്. ഫൈദാ ഖശീത സുബ്ഹ, സുബൈ വാങ്ക് കൊടുക്കുന്നതിന് പേടിച്ചാൽ ഫൗത്തിർ ബി വാഹിദ, ഒറ്റയാക്കി അവസാനിപ്പിച്ചു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത്, ഇത് എത്ര റക്അത്ത് നിസ്കരിക്കാം, പക്ഷെ അവസാനം വിത്തറാക്കിയാൽ മതി. ഇത് വേറെന്തോ പറയുമ്പോൾ പറഞ്ഞാണെങ്കിൽ ഇത് ചോദ്യമാണ്. അതായത് റസൂലിനോട് ഒരാൾ വന്നിട്ട് രാത്രി നമസ്കാരത്തെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാ ഡീറ്റെയിലും പറയണല്ലോ. എണ്ണം ഗൗരവമുള്ളതാണെങ്കിൽ അപ്പൊ പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഒരു ചോദ്യം നമുക്കൊക്കെ മറന്നുപോയാലും റസൂൽ അക്കാര്യം പറയാക്കൂല, കാരണം ഇയാൾ ചോദ്യത്തിന് ഉത്തരം പറയാണല്ലോ ഈ സഹാബിയുടെ. അപ്പൊ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര റക്അത്തെ കൂടാനോ കൂട്ടാനോ പറ്റാത്ത രൂപത്തിൽ ഇത്ര റക്അത്തെ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഒരു റക്അത്ത് ഗൗരവവും കൂട്ടലോ കുറക്കലോ പാടില്ലാത്ത ഒരു കൃത്യമായ എണ്ണം റക്അത്തുകൾ രാത്രി നമസ്കാരത്തിന് ഉണ്ടെങ്കിൽ അവിടെ പറയുമായിരുന്നു. കാരണം റസൂൽ അല്ലാഹ് കൽപ്പിച്ചൊന്നും ഒരു സംഗതി വിട്ടുപോകില്ല. അത് പറയാത്തത് കൊണ്ട് പണ്ഡിതന്മാർ അതിനെന്താ മനസ്സിലാക്കി, ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥകൾ എല്ലാം നോക്കിയിട്ട് ചില ആളുകൾക്ക് കൂടുതൽ റക്അത്തുകൾ നിസ്കരിക്കാനായിരിക്കും ഇഷ്ടവും ആരോഗ്യവും. ഏറെ നേരം നിൽക്കാൻ പ്രയാസം ഉണ്ടാവും, സുജൂദ് റുക്കൂ എത്രയും ചെയ്യാം. നേരെ തിരിച്ചുള്ളവരും ഉണ്ടാവും, നീലും കുര്യലും വലിയ. അപ്പൊ ഇവർക്കൊക്കെ പറ്റണല്ലോ ദീനിന്റെ സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ വലിയ കൂലിയുണ്ട്, ഏറെ നിൽക്കുമ്പോൾ ഖിയാമ് എന്നാണ് പറയുന്നത്, അതിന് വേറെ കൂലിയുണ്ട്. അപ്പോൾ ഇത് മറ്റേ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെയാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പറയുന്നത് 11 റക്അത്ത് എന്നതാണ് രാത്രി നമസ്കാരത്തെ പറ്റി. അത്
റമദാനിലും അല്ലാത്തപ്പോൾ ഉള്ളതാണ്, റമദാനിൽ അങ്ങനെയൊക്കെ എന്നുള്ള മറ്റു മറുപടികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഈ റമദാനിലെ നിസ്കാരത്തെ പറ്റിയും കൂടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ചില റിവായത്തിൽ 13, സുബൈൻ്റെ 2 കൂടി കൂട്ടിയിട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും, അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിൽ 20 നമസ്കരിക്കുന്നവരുണ്ട്, പിന്നെ വിത്തറും അതേപോലെ 8 റക്അത്ത് നമസ്കരിച്ച് 3 റക്അത്ത് വിത്തർ അങ്ങനെ നമസ്കരിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിലാണ് ഹദീസുകളുടെയും സഹാബിമാരുടെയൊക്കെ ചര്യ എന്ന് നമുക്ക് അഥവാ നമ്മൾ അതിലൊരു വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ ഹദീസ് എല്ലാത്തിനും വളരെ ക്ലിയർ ആണ്. അതെ, എല്ലാ പിന്നെ റസൂൽ പറയണം 11 നമസ്കരിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു റക്അത്തിന്റെ എണ്ണം പറഞ്ഞു കൊടുക്കാമായിരുന്നു, ആ ചോദ്യത്തിന് അതാണ് ഉത്തരം കിട്ടേണ്ടിയിരുന്നു. പക്ഷെ അത് ഈ രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നമ്മുടെ ആരോഗ്യവും ഒക്കെ അനുസരിച്ച് അതിനെ മാറ്റാം എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ നമുക്കറിയാം ബാലസൗഹൃദമാക്കണം പള്ളി എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഈ പള്ളിയിൽ കുട്ടികൾ വരുമ്പോൾ അത് വലിയ പ്രയാസവും പ്രശ്നവും ഒക്കെ ആവുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ കുട്ടികളെ എടുത്തുകൊണ്ട് അതിന് നമസ്കരിക്കാൻ പറ്റുമോ? നമസ്കാരം അതിന് പ്രയാസം പറ്റുമോ? നമസ്കരിക്കുന്ന ഉമ്മമാർക്ക് കുട്ടികളെ ഒക്കത്ത് വെച്ചിട്ടും കയ്യിൽ പിടിച്ചിട്ടും ഒക്കെ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് തന്നെ ഖുത്ബ പറയുമ്പോഴൊക്കെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ പള്ളിയിലേക്ക് ഇറങ്ങി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് അവരെ എടുക്കുകയൊക്കെ ചെയ്തതെന്നും ഹദീസുകളുണ്ട്. അപ്പോൾ കുട്ടികൾ പള്ളിയിൽ വരിക എന്നത് റസൂലിൻ്റെ കാലം മുതലേ ഉള്ളതാണ്. അത് പാടില്ല എന്ന് വിലക്കാൻ പാടില്ല. മാത്രമല്ല കുട്ടികൾക്ക് പള്ളിയായിട്ടൊരു ബന്ധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് പള്ളിയിൽ സൗകര്യം ഉണ്ടാക്കണം. അതെ, അത് നിസ്കരിക്കാൻ തന്നെ അവർ വന്നോട്ടെ, കളിക്കാനുള്ള സൗകര്യങ്ങൾ വേറെ ഉണ്ടാക്കുക എന്നുള്ളതിനൊപ്പം തന്നെ പള്ളിയിൽ തന്നെ വരികയും കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇവിടെ സംസാരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, ഇത് നിസ്കാര സമയമാണെന്നുള്ള ചെറിയ മക്കൾക്കൊക്കെ തിരിയും. നമ്മൾ കാണുന്നില്ല, മനസ്സിലാവും. ചില കുട്ടികൾ ഉണ്ടാവും അത് പ്രകൃതിയ അങ്ങനെ തന്നെ ആയിരിക്കും. പാപ്പ പറഞ്ഞാലും കേൾക്കില്ല, ഉമ്മ പറഞ്ഞാലും കേൾക്കില്ല. അവരിങ്ങനെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ഓടലും ചാടലും അടിക്കലും പൊടിക്കലും ആയാലും എല്ലാവരുടെ നിസ്കാരത്തെയും അത് ഭക്തിയെ ബാധിക്കും, ഖുശൂവിനെ ബാധിക്കും. അത്തരം കുട്ടികളെ മാതാപിതാക്കൾ നിയന്ത്രിക്കുകയും ചെയ്യണം. എന്നാൽ ഇമാമ് ഒരു ഒറ്റ കുട്ടീനെ കഴിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ഓൻ്റെ കുട്ടീനെ എന്താ കൊണ്ടുവരാൻ സംബന്ധിച്ച് ഇവൻ്റെ കുട്ടീനെ എന്താ കൊണ്ടുവന്ന് അങ്ങനത്തെ തർക്കത്തിന് അവിടെ സ്ഥാനമില്ല. യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നവരുടെ ഭക്തി, അവരുടെ നമസ്കാരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഖുശൂവിനെയൊക്കെ നമ്മൾ മാനിക്കണം. അത് നിസ്കാരത്തിൻ്റെ പ്രധാന ഘടകമാണ്. ഒരാൾക്ക് കുട്ടികൾ ഒരു മുമ്പ് കൂടി ഇങ്ങനെ പാരക്കം വായി ഒച്ചയും വിളി അവിടെ അടിച്ച് ഇവിടെ പൊളിച്ച് അങ്ങനെ ആകുമ്പോൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല. കുട്ടി കരഞ്ഞാൽ പോലും കിട്ടൂല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരച്ചിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ചത് അതുകൊണ്ടാണ്. എന്ന് വിചാരിച്ച് എല്ലാ കുട്ടികളും അങ്ങനെയാണ് മനസ്സിലാക്കി ഒറ്റ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അപ്പോൾ ഇവിടെയൊക്കെ ഒരു മിതമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. കുട്ടികളുള്ള രക്ഷിതാക്കളാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൽ ഇപ്പോൾ ഇമാമ് നിൽക്കുന്നവർ അവർ ഖുർആൻ മുസാഫ് നോക്കി ഓതുന്ന രീതി ഉണ്ടാവുമല്ലോ. അതിപ്പോൾ തറാവിയിലാണെങ്കിലും അതുപോലെ ഫർള് നമസ്കാരത്തിലാണെങ്കിലും ആ നമസ്കാരം എന്തെങ്കിലും നോക്കി ഓതുന്ന ഇമാമിയങ്ങൾ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമസ്കാരത്തിൽ ഖുർആൻ ഇങ്ങനെ നോക്കി ഓതുകയും ഇനി മുസ്ഹഫ് കൈ പിടിച്ച് ഇങ്ങനെ പേജ് മറിക്കുകയും ചെയ്താൽ പോലും അത് അവരുടെ നമസ്കാരത്തിൻ്റെ ഖുശൂവിനെയോ അതിൻ്റെ സുന്നത്തിനെയോ അതിൻ്റെ ഒന്നിനും ബാധിക്കുകയില്ല. അതിൻ്റെ പേരിൽ ഇനി 3 പ്രാവശ്യം പേജ് ഇങ്ങനെ മറിച്ച് എന്ന് വിചാരിച്ചിട്ട് ആ ചലനം നമസ്കാരത്തെ ഭംഗപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിഫ്ള് ഇല്ലാത്ത ആളുകൾ ഫർള് നിസ്കാരത്തിലല്ല കേട്ടോ, ഫർള് നിസ്കാരത്തിൽ അറിയുന്ന ഓതിയാൽ മതി. അതേസമയം തഹജ്ജുദ് നിസ്കാരം, തറാവീഹ് അങ്ങനെ ഇമാമിയത്ത് നിൽക്കുന്ന ആളുകൾ അപ്പം ഇനിയിപ്പം മറിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. മൊബൈലിലൊക്കെ പിടിച്ച് ഇങ്ങനെ നീക്കുന്നതിനോ ഓതുന്നതിനോ കുഴപ്പമില്ല, അനുവദനീയമുള്ള കാര്യമാണ്. അതിന് പണ്ഡിതന്മാർ തെളിവായിട്ട് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ദക്വാൻ എന്ന് പറഞ്ഞ ഒരു അടിമയുണ്ടായിരുന്നു, ചെറുക്കൻ ഭൃത്യനുണ്ടായിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് സംശയമുള്ള ഒരു ബാലൻ ഖുർആൻ അറിയായിരുന്നു, ഏട് നോക്കിയിട്ട് ഓതാറുണ്ടായിരുന്നു. ആയിഷ പിന്നിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒക്കെ ഫത്തുൽ ബാരിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തെളിവുണ്ട്, നോക്കി ഓതാം എന്നൊക്കെ ഉള്ളതിന് പണ്ഡിതന്മാരെ തെളിവായിട്ട് പറയും. ഫർള് നമസ്കാരത്തിൽ അറിയാത്ത ആളുകൾക്ക് നോക്കാം. പക്ഷേ അത് നന്നച്ചുരുങ്ങിയ 3-4 സൂറത്ത് ഉണ്ടെങ്കിലും ചെറിയ സൂറത്തുകൾ പഠിക്കണമല്ലോ, ഫാത്തിഹ ഏതായാലും പഠിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഫർള് നമുക്ക് എപ്പോഴും അങ്ങനത്തെ അറിയുന്നത് ഓതി നിസ്കരിച്ചാൽ മതി. എന്നാൽ തന്നെ ഫർളായതിന് പ്രശ്നമൊന്നുമില്ല. തറാവീഹ് നമസ്കാരത്തിനും തഹജ്ജുദും ഒക്കെ രാത്രി ദീർഘമാക്കി നിസ്കരിക്കുന്നതാണ് അഫ്ളൽ. അപ്പോൾ പിന്നെ നോക്കി ഓതുന്ന ആളുകൾക്ക് അനുവാദമുണ്ട്. പിന്നെയുള്ളൊരു വിഷയം നമുക്ക് ചോദിക്കാനുള്ളത് ജമ്മു കസറാണ്. അത് ഈ സമയത്ത് കുറേ ആയില്ലേ? ഓക്കെ,